അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉസ്താദ് പള്ളിയിൽ വെച്ച് ഓരോ ആലോചനയിലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇന്ന് നല്ലൊരു ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. അള്ളാഹുവേ, അത് 2 പേരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതും അവരുടെ ഇഷ്ടപ്രകാരം. എന്നാൽ അൽഹംദുലില്ലാഹ്, അതിലേറ്റവും അത്ഭുതകരമായി തോന്നിയത് അവർ പെട്ടെന്ന് തന്നെ ഖുർആനിക വിഷയങ്ങളും അല്ലെങ്കിൽ നിസ്കാരത്തിനെക്കുറിച്ചും എല്ലാം അവർ പെട്ടെന്ന് ബൈഹാർട്ടാക്കി. അവർ പെട്ടെന്ന് ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു തപ്പിപ്പിഴയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന പോലെ തോന്നി. ഇത്രയും പെട്ടെന്ന് എന്തെന്നറിയില്ല. അതെ, അവരുടെ മനസ്സിൽ ഈമാനിൻ്റെ ശക്തി അള്ളാഹു നിറച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും റബ്ബേ. ശരിക്കും അതാ ഉസ്താദ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ഉസ്താദിന് അത് മാത്രമല്ലായിരുന്നു ദൗത്യം ഏറ്റെടുക്കാനുണ്ടായിരുന്നത്. അത് അവർ പറഞ്ഞ രീതിയിൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള അവസരം നൽകി. ആയിഷ എന്ന പേര് നൽകി. അതുപോലെ തന്നെ അത് ആമിന എന്നും ഉമ്മക്ക് നൽകി. അവർ 2 പേരും റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. റബ്ബേ, ഇനിയുമുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാൻ. അല്ലാ റബ്ബേ, എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പഠിച്ച റബ്ബേ. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നീ പലതും ഞാൻ വിചാരിച്ച രീതിയിൽ റാഹത്താക്കി എനിക്ക് ഉദ്ദേശങ്ങൾ സഫലമാക്കി തന്നിട്ടുണ്ടല്ലാ. ഇനിയും റഹ്മാനെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമേ. അന്ന് ഉസ്താദ് അതാ ഓരോന്ന് ആലോചിച്ച് കിടന്നു. റബ്ബേ, തഹജ്ജുദ് നമസ്കരിക്കുവാൻ അറിയില്ലേ എന്ന് വരെ വിചാരിച്ചു. കാരണം ഉറക്കം വരുന്നില്ല. മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. കാരണം 2 പേരാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ഖുർആൻ ഓതുവാനുള്ള അത് കൊടുത്തതും അതുപോലെ തന്നെ അതാ നിസ്കരിക്കാനുള്ള കഴിവും എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം പഠിപ്പിച്ചു കൊടുക്കാനെല്ലാം കഴിഞ്ഞതും. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്താൽ റബ്ബേ, അതിന് കാരണക്കാരനായ ആൾക്ക് വരെ അതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ എന്നൊക്കെ ഉസ്താദ് ഓരോന്ന് ചിന്തിച്ചു. നിർവൃതിയിൽ അതാ ആ ഒരു കിനാവ് കാണുകയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഉറക്കത്തിലേക്ക് പതുക്കെ വഴുതി വീഴുന്നു. തൻ്റെ മനസ്സിലേക്ക് പല സ്വപ്നങ്ങളും കടന്നു വരുമെന്നവൻ ഉസ്താദിന് അറിയാമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ശരിക്കും ഞാൻ കുറച്ച് ദിവസം മുമ്പ് സ്വപ്നം കണ്ടിരുന്നു. 2 ഹിജാബ് അണിഞ്ഞ സ്ത്രീകൾ തൻ്റെ മുമ്പിലേക്ക് കടന്ന് വന്നതും അവർക്ക് ഞാൻ എന്തോ സഹായം നൽകുന്നതുമൊക്കെ ഉസ്താദിൻ്റെ സ്വപ്നം വിചാരിക്കുകയാണ്. പഠിച്ചോന്, അത് ഈ സ്വപ്നം യാഥാർത്ഥ്യമായതന്നായിരിക്കും. പക്ഷേ എങ്കിലും ഉണ്ടല്ലോ റബ്ബേ. അങ്ങനെ ഉസ്താദ് ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം ഏകദേശം 3:30 ഉസ്താദ് ഞെട്ടി ഉണർന്നു. അല്ലാ റഹ്മാനെ, സമയം എത്രയായി? ഇല്ല, തഹജ്ജുദ് ഞാൻ വിചാരിച്ചു ലേറ്റായി കിടന്നുകൊണ്ട് റഹ്മാനെ തെറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ കൃത്യസമയത്ത് തന്നെയാണ് ഉസ്താദ് ഉണർന്നത്. അദ്ദേഹം അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അല്ലാഹ് അൽഹംദുലില്ലാ. അദ്ദേഹം ഫ്രഷായി ഉളൂഹ് ചെയ്തു. പടച്ച റബ്ബിലേക്ക് നമസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇസ്ലാം മതത്തിലേക്ക് വന്ന ആയിഷയെയും അവരുടെ ഉമ്മ ആമിനയെയും കുറിച്ചായിരുന്നു. റബ്ബേ, അവർ തഹജ്ജുദിന് എഴുന്നേറ്റിട്ടുണ്ടോ ആവോ അതോ നിസ്കരിക്കുവാൻ എഴുന്നേറ്റോ എന്തോ അറിയില്ല. അള്ളാഹുവേ, ഹിദായത്ത് ഇനിയും ഒരുപാട് ആളുകൾക്ക് നീ നൽകണേ റഹ്മാനെ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. നിസ്കാരത്തിലേക്ക് എന്തായാലും പ്രവേശിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞു. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, എല്ലാം തുറന്നു പറഞ്ഞു. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞു. സുബ്ഹ് ബാങ്ക് വിളിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുങ്ങുന്നു. എന്നാൽ സുബ്ഹ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞതോടുകൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾ കടന്നു വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ജസീറായിരുന്നു. ഉസ്താദേ, പെട്ടെന്ന് ആ ഒരു പരിചയമുള്ള ശബ്ദം കേട്ടപ്പോൾ ഉസ്താദ് തിരിഞ്ഞു നോക്കി. ജസീറോ? ജസീർ, എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാ, സുഖുസ്താദേ. എന്നാലും നമുക്ക് ഇന്ന് നേരത്തെ എത്തിയല്ലോ അല്ലേ? മാഷാ അല്ലാ, വളരെയധികം നല്ല കാര്യം കേട്ടോ ഉസ്താദേ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉസ്താദേ. അതൊക്കെ എനിക്ക് പൂവണിയണം. അതെനിക്ക് പടച്ച റബ്ബിനോട് പറയണം. നീ പടച്ച റബ്ബിനോട് പറഞ്ഞോ, അതൊക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. അങ്ങനെ ജസീറിനെ നല്ല രീതിയിൽ ഉസ്താദ് വരവേൽക്കുന്നു. അങ്ങനെ ജമാഅത്തിനൊക്കെ ജസീർ പങ്കെടുക്കുന്നു. എന്നാൽ ജസീറിനോട്
ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഉസ്താദിന്. അന്ന് പള്ളി കഴിഞ്ഞ് അത് നമസ്കാരവും ദുആയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ജസീർ പതിവ് പോലെ ഉസ്താദിൻ്റെ കൈകളിൽ പണം കൊടുക്കുമ്പോൾ ജസീറിനോട് ആ ഉസ്താദ് പറഞ്ഞു, ജസീർ, ഇതൊരിക്കലും എനിക്കല്ല തരേണ്ടത്. അതെ, തരാൻ പറ്റുന്ന ഒരു ടീമുണ്ട്, കൊടുക്കണം, നമ്മളവർക്ക് കൊടുക്കണം. ഉസ്താദെ, ആരാണ്? അതൊക്കെയുണ്ട്. അതെ, നീയുമായി എനിക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാം. ഈ പണം കൊടുക്കുകയാണെങ്കിൽ നീ നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവങ്ങൾക്ക് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ പാവങ്ങൾ ആരാ നിനക്കറിയില്ലേ? അത് പാവങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? എന്നാൽ അതാ ജസീറിനോട് ഉസ്താദ് പറയുന്നു, ഞാൻ ഒരു കാര്യം പറയാം. അതായത്, ഇനി എന്ത് സഹായം നീ ചെയ്യുകയാണെങ്കിലും അവർക്ക് നൽകുക. അത് നിനക്ക് കൂടുതൽ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് പുണ്യം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട ജസീർ ഒരു നിമിഷം പറഞ്ഞു, ഉസ്താദ്, എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കറിയുമോ ആയിഷയെ? ഒരു നിമിഷം ജസീർ ഓർത്തു. അതെ, ആയിഷയെക്കുറിച്ച്. ഉസ്താദെ, ആയിഷ, എനിക്ക് ആ പേര് പറയാൻ പോലും അർഹതയില്ല ഉസ്താദെ. ആ പെണ്ണിൻ്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചു ഉസ്താദെ. ഞാൻ അതിനു വേണ്ടി എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ എൻ്റെ ഉമ്മ, ഞാൻ പലതവണ പറഞ്ഞു നോക്കി, എൻ്റെ അനിയൻ സഫീർ പറഞ്ഞു നോക്കി, പക്ഷേ എൻ്റെ ഉമ്മ സമ്മതിച്ചില്ല ഉസ്താദെ. ഒന്നിനും സമ്മതിക്കുന്നില്ല ഉസ്താദെ. ഞാൻ എന്താ ചെയ്യുക? എന്നാൽ അതാ ജസീറിനോട് കാര്യങ്ങൾ പറയുന്നു. നമുക്ക് ഇൻഷാ അല്ലാ പറ്റുമെങ്കിൽ ഒന്ന് കാണാൻ പോകാം. എന്താ ഉസ്താദെ? അതെങ്ങാനും വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെ പടി കയറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ. ആയിക്കോട്ടെ, സാരില്ല, അവൾക്ക് വേണ്ടി എന്തും സഹിക്കാനൊക്കെ ഞാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ എൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ, എൻ്റെ ഉമ്മയുടെ ആ ഒരു അവസ്ഥ, തികച്ചും ഒരു മനുഷ്യ സ്ത്രീ എന്നതിലുപരി എൻ്റെ ഉമ്മ വേറെ എന്തൊക്കെയോ ആണെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണാം കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ ജസീർ, വാ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. അങ്ങനെ അതാ ഉസ്താദ് ജസീറിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഉസ്താദ്, എങ്ങോട്ടാണ്? അതൊക്കെയുണ്ട്, വാ നമുക്ക് പോകാം. അവർ അങ്ങനെ പോകുന്നു. പോയി എത്തിയത് ആ ഒരു കൊച്ചുകുടിലിൻ്റെ മുമ്പിലേക്കായിരുന്നു. പെട്ടെന്ന് ആ ഒരു വീടിന് എന്തൊക്കെയോ ഒരു മാറ്റം വെച്ചതുപോലെ ജസീറിന് തോന്നി. ഉസ്താദ്, ഇതെൻ്റെ ആയിഷയുടെ വീടാണ്. ആണല്ലേ? എന്നാൽ ഇനി മുതൽ ഒരിക്കലും മായ എന്ന പേര് അവളെ നീ വിളിക്കരുത് കേട്ടോ. അതായത് അവൾ ആയിഷയായി മാറിയിരിക്കുന്നു. ഉസ്താദേ, നിങ്ങൾ എന്തേ പറയുന്നത്? അതേ മോനെ, സത്യമായിട്ടും ഞാൻ വിളിക്കാം. അങ്ങനെ അതാ വാതിലിനെ പതുക്കെ മുട്ടി. അതെ, മുഖത്തേക്ക് തട്ടം താഴ്ത്തിയിട്ടുകൊണ്ട് അവൾ വന്ന് വാതിൽ തുറന്നു. ആരാണ്? പെട്ടെന്ന് ആ, ഉസ്താദോ? എന്നാൽ തൊട്ടു പിറകിലായിട്ട് നിൽക്കുന്ന ജസീറിനെ അവൾ ശ്രദ്ധിച്ചില്ല. ഉസ്താദേ. എന്നാൽ അതാ പെട്ടെന്ന് ജസീർ അത് കാണുന്നു. റബ്ബേ, അല്ലാ, ആയിഷ. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. അതെ, തൻ്റെ പ്രിയപ്പെട്ട ജസീർ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ജസീർ. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഇല്ല ആയിഷ, നീ ഒരു മുഅ്മിനായ പെണ്ണായി കഴിഞ്ഞു. അതെ, ഇനി ഒരിക്കലും പഴയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും പാടില്ല. അതായത് നിങ്ങൾക്ക് ഇനി തീർച്ചയായും നിങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടാകണം. അതായത് നിങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാരാണ്, തൊടാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നിബന്ധനകളുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നിക്കാഹ് കർമ്മം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമുക്ക് നിക്കാഹ് കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ഉമ്മയുടെ അരികിലൊക്കെ വന്ന് പറയുകയായിരിക്കും നല്ലത്, അല്ലേ? ഉസ്താദേ, എനിക്ക് സത്യം പറഞ്ഞാൽ ആയിഷയെ കണ്ട ജസീറിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. സങ്കടവും സന്തോഷവും എന്താണെന്നറിയില്ല. വല്ലാത്തൊരവസ്ഥ അവൻക്ക്. ആയിഷ, എന്നോട് പൊറുക്കണം മോളെ. സത്യം പറഞ്ഞാൽ ആയിഷയെ കണ്ടപ്പോൾ ജസീറിന് അവളെ വാരി പുണരണം എന്ന് തോന്നി. അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് വന്നു. മോനെ, ഉസ്താദേ, നിങ്ങൾ ഉമ്മ, ഞാൻ ചെറിയൊരു കാര്യം സംസാരിക്കാൻ കൂടിയാണ് വന്നത്. ഏതായാലും കാര്യങ്ങളൊക്കെ എങ്ങനെയായി?
എന്തായാലും ജസീറിൻ്റെ കുഞ്ഞ് നമ്മുടെ ആയിഷയുടെ വയറ്റിൽ വളരുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരെ നിക്കാഹ് കഴിപ്പിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ പറഞ്ഞേക്കുന്നതല്ലേ നല്ലത്. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ എൻ്റെ കുട്ടീനെ അവർ പരിഗണിക്കോ? ഉമ്മ, ആര് പരിഗണിച്ചില്ലെങ്കിലും അത് എൻ്റെ ആയിഷയെ ഞാൻ പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജസീർ മുന്നോട്ട് വന്നു. മോനെ, അതെ, എൻ്റെ കുട്ടി പരിഗണിക്കുമായിരിക്കും, പക്ഷെ നിൻ്റെ വീട്ടുകാർ പരിഗണിക്കില്ലല്ലോ. ഉമ്മ, അതൊക്കെ ഞാൻ സെറ്റായിക്കോളാം, ഉമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എന്നാൽ സത്യം പറഞ്ഞ ജസീറിനൊരു വാശി, അതെ, എൻ്റെ ആയിഷയെ കൈപിടിച്ച് പുളിക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെ. ആയിഷ ഇപ്പോൾ അതാ നല്ലൊരു ഇസ്ലാമികമായ പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ്. അവൾ എൻ്റെ ആയിഷയാണ്, ജസീറിൻ്റെ ആയിഷ. ജസീറിന് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു നിമിഷം ജസീർ അവളുടെ വയറിലേക്കൊന്ന് നോക്കി. റബ്ബേ, എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുന്നുണ്ടല്ലോ, അതെ, ആ കുഞ്ഞിനെ എനിക്ക് താലോലിക്കണം. പുളിക്കൽ തറവാടിൻ്റെ മുറ്റത്ത് ആ കുഞ്ഞ് വളരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും വഴി അറിയാതെ പിഴച്ചു പോയി, എന്ത് ചെയ്യാൻ, സ്നേഹം കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി. ശരിയാണ്, അങ്ങനെ പറ്റിപ്പോയെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. എൻ്റെ ഉമ്മ ശരിയാണ്, എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, ഉമ്മ പലതും പറയും അതിനപ്പുറവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്കുണ്ട് പടച്ചവനെ കുറിച്ച് ഭയം. ഉമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് അതെൻ്റെ കുഞ്ഞാണ്, എനിക്കതിനെ സംരക്ഷിക്കണം. അത് ആയുഷൻ്റെ പെണ്ണാണ്, അവൾ സംരക്ഷിച്ചേ തീരൂ. നിക്കാഹ് കർമ്മം നടത്തണം. അതിന് വേണ്ടിയിട്ട് ഉമ്മയോട് പറയണം, ഉസ്താദെ, നിങ്ങൾ നേതൃത്വം നൽകണം എല്ലാത്തിനും. മോനെ ജസീർ, തീർച്ചയായും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സഹായവും ഹെൽപ്പും ഉണ്ടായിരിക്കും കേട്ടോ. എന്തായാലും വീട്ടിലൊക്കെ ഒന്ന് കാര്യങ്ങൾ പറയണം. ആദ്യം പോയിട്ട് കാര്യം പറഞ്ഞിട്ട് നിക്കാഹ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് സുഖസുന്ദരമായി നിങ്ങൾ ജീവിക്കണം. അതെ, നിൻ്റെ ആ കുഞ്ഞ്, അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞ് പുത്തൻ വീട് തറവാട്ടിൽ വളരേണ്ട കുഞ്ഞാണ്. ഉസ്താദ് അതാ ജസീറിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഉസ്താദെ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, ഒരു പക്ഷേ എൻ്റെ ഉമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ഈ സമയം അതാ ജസീറിനെ എത്രയായിട്ടും കാണാത്തത് കൊണ്ട് സഫീർ തിരിഞ്ഞു വന്നിരിക്കുന്നു. റബ്ബേ, കാരണം എൻ്റെ ഉമ്മ നല്ല രീതിയിൽ ജസീറിനെ ചീത്ത പറയുന്നുണ്ട്, ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ആയിഷയുടെ കാര്യം പറയുമ്പോഴെല്ലാം നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെ, പുഴയോരത്തെല്ലാം പോയി നോക്കി, പക്ഷെ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കാണുന്നില്ല. ഒടുവിലാണ് മായയുടെ വീട് ലക്ഷ്യമാക്കി സഫീർ വരുന്നത്. എന്നാൽ സഫീർ വരുന്ന ഉസ്താദ് കാണുന്നു. ജസീർ, നിൻ്റെ അനിയനല്ല വരുന്നത്. ഒരു നിമിഷം അവൻ ഞെട്ടി നേരെ സഫീറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, സഫീർ, പറയരുത് ഉമ്മയോട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. അതിനെന്താ, ഞാൻ ഇക്കയെ തേടി തിരിഞ്ഞു വന്നതാണ്. പെട്ടെന്ന് ഉസ്താദിനെ കണ്ട് സലാം പറയുന്നു. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സഫീർ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട മോനെ, കുറച്ച് അർജൻറ്റാണ്. ഉസ്താദ് കാര്യങ്ങളെല്ലാം പറയുന്നു. അതെ, ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്ത മായ ഇസ്ലാമിലേക്ക് വരികയോ? മാഷാ അല്ലാ, അവനക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമായിട്ടും? അതെ, സത്യമായിട്ടും. ഉസ്താദെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. എന്നാൽ ജസീർ പറഞ്ഞു, സഫീർ, എല്ലാത്തിനും കാരണക്കാരൻ നമ്മുടെ ഉസ്താദാണ് അവരെ രക്ഷിച്ചത്. എന്നാൽ അതാ അവരുടെ പത്മാവതി അമ്മയായ ആ ജോലിക്കാരിയും ആമിനയായി മാറി ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത വല്ലാത്ത സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. സഫീർ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാഹ്, അൽഹംദുലില്ലാ. എന്നാൽ ഉസ്താദ് പറയുന്നു, സഫീർ, ജസീർ ഈ കാര്യങ്ങൾ പറയട്ടെ, പെട്ടെന്ന് അവരുടെ നിക്കാഹ് നടത്തണം. അതായത് നിൻ്റെ ജ്യേഷ്ഠൻ്റെ കുഞ്ഞ് അതാ അവരുടെ വയറ്റിലുണ്ട്, ആയിഷയുടെ വയറ്റിൽ വളരുന്നുണ്ട്. അതെ, ഇസ്ലാമികമായ ചുറ്റുപാടിൽ ആ കുഞ്ഞിനെ വളർത്തണ്ടേ, നല്ല രീതിയിൽ ജീവിക്കണ്ടേ? അത് അത്യാവശ്യമാണ്. നിക്കാഹ് കർമ്മം പെട്ടെന്ന് നടത്തണം. അതിനു വേണ്ടി വീട്ടിൽ സംസാരിക്കണം. മനസ്സിലായല്ലോ? നീയും സംസാരിക്കണം, അവനും സംസാരിക്കണം. ഉസ്താദെ, ഇൻഷാ അല്ലാഹ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചോളാം. എന്നാൽ സഫീറിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതെ, പഠിച്ചോനെ അല്ലാ, ഞാൻ ഉമ്മയോട് പറഞ്ഞു തരുന്നു, ഉമ്മ മുസ്ലിമായി കഴിഞ്ഞാൽ എന്താണ് അവളെ കല്യാണം കഴിക്കുന്നതില്ലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഉമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞ് ആട്ടിയിട്ടുണ്ട്.
എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴതാ അവർ രണ്ട് മുസ്ലിമീങ്ങളായി മാറിയിരിക്കുന്നു. ജസീറിനും സഫീറിനും സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ സഫീറിന് എങ്ങനെയെങ്കിലും ഇത് വീട്ടിൽ പെട്ടെന്ന് പറയണമെന്നായിപ്പോയി. എന്നാൽ ഉസ്താദ് പറഞ്ഞു, എന്നാൽ ഞാൻ പോട്ടെ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. കാര്യങ്ങളെല്ലാം ഉമ്മയോടൊക്കെ സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് തീരുമാനം പെട്ടെന്ന് എടുത്തിട്ട് നിക്കാഹ് കർമ്മം നടത്തുക. ഇനി കല്യാണം വലിയ രീതിയിലായില്ലെങ്കിലും നിക്കാഹ് കഴിച്ച് കൂട്ടിക്കൊണ്ടേക്കോളി. പിന്നെ പാർട്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ ആക്കിയാലും വേണ്ടിയില്ല. ഉസ്താദിൻ്റെ നിർദ്ദേശം കേട്ട് അങ്ങനെ അതാ ജസീറും സഫീറും സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഉമ്മ എന്ത് പ്രതികരിക്കും, ഉമ്മ എന്തായിരിക്കും പറയുക എന്നുള്ള രീതിയിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു രണ്ടു പേർക്കും. പ്രത്യേകിച്ച് ജസീറിൻ്റെ മനസ്സ് ആകെ ഇടിക്കുകയായിരുന്നു, പടപട ഇടിക്കുകയായിരുന്നു അവൻ്റെ നെഞ്ചകം. പഠിച്ചോനെ, എന്തായിരിക്കും ഉമ്മയുടെ പെർഫോമൻസ് എന്ന് അറിയുന്നില്ല. കാരണം ഉമ്മ എന്ന് വെച്ചാൽ അത്തരക്കാരിയാണ്, എല്ലാവരും പോലെയല്ല. ഉമ്മയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഉമ്മ എല്ലാ ഉമ്മമാരെയും പോലെ ദയുള്ള ആളല്ല. റബ്ബേ, നീ കാത്തുരക്ഷിക്ക്. അങ്ങനെ അതാ മനമില്ല മനസ്സോടുകൂടെ പതുക്കെ പതുക്കെ അവരതാ പുളിക്കൽ തറവാട് ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് ഉമ്മ സിറ്റൗട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. എവിടെ പോയതായിരുന്നു രണ്ടും കൂടെ? ഒരാളെ തിരഞ്ഞ് ഒരാൾ പോയി. ഞാൻ വിചാരിച്ചു രണ്ടും കൂടി വേറെ വല്ലതിലും പെട്ടോന്ന് വിചാരിച്ചു. നാണം കെട്ടവർ എന്ന് പറഞ്ഞ് ഉമ്മ അകത്തേക്ക് കയറുന്നു. അത് ശരിക്കും ജസീറിനെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ജസീർ ആ കാര്യം പറയുവാൻ വേണ്ടി ഒരു നിമിഷം സഫീറിനോട് പറഞ്ഞു, സഫീർ നീ ഒന്ന് പറയൂടാ, എനിക്ക് പേടിയാണ്. ഇക്ക ഞാനെന്ത് പറയാനാ? എന്നാൽ ഈ സമയം അതാ സഫീർ പറഞ്ഞു, ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഞാനും ഇതിന് മുൻകൈ എടുത്തോളാം. അങ്ങനെ സഫീർ അതാ ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഉമ്മ, ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലേ നമ്മുടെ ജസീർക്കയുടെ കാര്യം. അതെ, ജസീർക്കയുടെ കൂടെ ആ പെണ്ണിൻ്റെ കാര്യം, ആയിഷയുടെ. ആയിഷ മായയാണ് ആയിഷ. ഇനിയിപ്പോൾ അതും പറഞ്ഞ് കയറ്റിക്കോ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇക്കാൻ്റെയും അവളുടെയും നിക്കാഹ് കഴിച്ചാലോ? അവളുടെ വയറ്റിൽ കുഞ്ഞ് വളരുന്നുണ്ടമ്മ, നമ്മളെ പുത്തൻ വീട് തറവാട്ടിലൊരു കുഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്കിമ്മ. ചിലക്കാതെ പോടാ അവിടുന്ന്, അടിച്ച് നിന്നാണ്ട് പരത്തിലായിരിക്കും ഞാൻ. അല്ല പിന്നെ ഇപ്പോൾ മുസ്ലിമാക്കി കയറ്റാനുള്ള പരിപാടിയാ. എന്നാൽ പെട്ടെന്ന് ജസീറും അങ്ങോട്ട് വന്നു. ഉമ്മ, ഞാൻ പറയുന്ന കാര്യമാണ്. എൻ്റെ കുഞ്ഞ് ആയിഷയുടെ വയറ്റിൽ വളരുന്നുണ്ട്. അതെ, അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അവർ ഇനിയെങ്കിലും ഈ വീട്ടിലേക്ക് കയറ്റണം, ആ ഉമ്മയെയും മകളെയും. ഒന്നുമല്ല ഉമ്മ, ഈ പുളിക്കൽ തറവാട്ടിലെ ജസീറിൻ്റെ കുഞ്ഞ് ആയിഷയുടെ വയറ്റിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ നിക്കാഹ് കഴിച്ച് തീരൂ. എന്നാൽ ഉമ്മ ദേഷ്യം കൊണ്ട് പുലമ്പി. എന്താടാ, രണ്ടെണ്ണത്തിന് ഞാൻ അടിച്ച് എന്ത് ചെയ്താണെന്നോ? ഓഹോ, നിങ്ങൾ കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്താൻ തുടങ്ങി. അല്ലടാ, ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. രണ്ടാളും ജ്യേഷ്ഠനും അനിയനും ഇതിനു വേണ്ടി വന്നേക്കാണ്. ശബ്ദം കേട്ട് വല്യമ്മ അങ്ങോട്ടെത്തി. എന്താ മക്കളെ നിങ്ങളോട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണത്? അതെ, നിങ്ങളെ പേരക്കുട്ടികൾ കാട്ടിയൊരു പണി. എന്താടേ? ഞാൻ നിങ്ങളോട് പറയിപ്പിക്കണ്ട. മുസ്ലിം ആക്കി ഇവിടെ പണിക്ക് നറ്റങ്ങളുണ്ട് കയറ്റി കൊണ്ടിട്ടേ. അതിനെന്താ മോളെ, അത് നല്ലതല്ലേ? ഹിദായത്തൊക്കെ ഒരു കുട്ടികൾ വരിക എന്ന് വെച്ചാൽ നല്ല ഭാഗ്യമുള്ള കാര്യം തന്നെയല്ലേ? ദേ തള്ളേ, മിണ്ടാതെ അവിടെ മൂലക്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളി. പേരക്കുട്ടികളെ വശീകരിക്കാൻ വന്നിക്കാണ് തള്ള. പോ തള്ളേ അകത്തേക്ക്. എന്നാൽ ജസീർ, ഉമ്മ നിങ്ങൾ എന്തേ പറയുന്നത്? അതെ, നമ്മളുടെ ഉപ്പയുടെ ഉമ്മയാണത്. അവരെ നിങ്ങൾ എന്തേ പറയുന്നത്? എടാ, ഇവിടെ എനിക്ക് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതിനനുസരിച്ചേ ഞാൻ നിൽക്കുള്ളൂ. അതെ, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ല നീയല്ല. മനസ്സിലായല്ലോ? വേണ്ടാത്തിനങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലേ അടിച്ച് നിന്റെ മുഖത്തിന് ഷേപ്പ് ചെയ്യാൻ മാറ്റും, കരുതിക്കോ എന്ന് പറഞ്ഞ് അതാ ഉമ്മ അവനെ വളരെയധികം ചീത്ത പറയുന്നു. വളരെയധികം വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി ജസീർ വിതുമ്പുന്നു. എന്താടാ, എന്താ എൻ്റെ ഇത്? എന്താന്നില്ലേ ഉമ്മ? ഉമ്മ അതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ ഈ പുളിക്കൽ തറവാട്ടിലുണ്ടാവില്ല. സത്യം, ഞാൻ ഈ പുളിക്കൽ തറവാട്ടിലേക്ക് കാല് കുത്തില്ല. പോയി എവിടെയെങ്കിലും പോയി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? അതെ ഉമ്മ, അതുമാത്രമല്ല ബാപ്പയുടെ പേരിലുള്ള ഒരുപാട് സ്വത്തും കാര്യങ്ങളും അതൊക്കെ നിങ്ങളെ പേരിലേക്ക് ആക്കാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാൻ കേസ് കൊടുക്കും അതിൻ്റെ പേരിൽ. അതെ, ഉമ്മ ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. എടാ ജസീറെ, ഈ ആൾ തിരക്കിടില്ലല്ലോ. എന്താന്നില്ലേ ഉമ്മ, പിന്നീട് ഒരിക്കലും ഈ പടി ഞാൻ ചവിട്ടില്ല കേട്ടോ. കാരണം ഓൾ എൻ്റെ പെണ്ണാണ്, എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്.
ജസീർ വിതുമ്പിക്കൊണ്ട് അത് ഉമ്മയോട് പറഞ്ഞു. എന്നാൽ ഉമ്മയുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉടലെടുത്തു. ഒന്നും മിണ്ടാതെ പോടാ അവിടുന്ന്, എനിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഉമ്മ അതാ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ഉമ്മ ആ രാത്രിയിൽ പല പല ചിന്തകൾ മെനഞ്ഞു കൂട്ടുകയായിരുന്നു. ഇൻഷാ അല്ലാ എന്തായിരിക്കും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.